ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ ഞാൻ എന്താ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് തോട്ട് പെയിൻ ഉള്ളത് കാരണം ഞാൻ ചായ കുടിക്കേണ്ടെന്ന് വിചാരിച്ച് ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് പാല് തിളപ്പിക്കാൻ വെച്ചു, ചായ തിളപ്പിക്കാൻ വെച്ചു. രാവിലെ തന്നെ ഞാനുള്ള ചുക്ക് കാപ്പി എടുത്ത് കുടിക്കുവാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ തൊണ്ട അടഞ്ഞിരിക്കുകയും ചെയ്യും, തോട്ട് പെയിനും ആയിരിക്കും. അപ്പൊ അത് കാരണം ഞാൻ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ഒഴിച്ച് വെളിയിലോട്ട് നോക്കിക്കോട്ട് കുടിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റവ എല്ലാം കൂടി ഇട്ടൊരു ദോശയാണ്. റവയും തേങ്ങായും എല്ലാം കൂടെ അരച്ചൊരു ദോശയാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ വഴറ്റി ഇടുന്നുണ്ട്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി അതും കൂടി ഇട്ട് ഞാനിന്ന് ദോശയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവർക്കും റവ ദോശയും ചമ്മന്തിയുമാണ്. ഇന്ന് റവയുടെ കൂടെ നമുക്ക് തേങ്ങായും അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ മുട്ട കറി വെക്കുന്നത് മക്കൾക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാനാണ്. 3 പേർ കൂടെ മുട്ടയും അതേപോലെ തന്നെ പൊറോട്ടയുമാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. അപ്പൊ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചമ്മന്തിയും റവദോശ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊറോട്ട ഇനി അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. രാവിലെ നമുക്ക് മക്കളെ വിടാൻ നേരത്ത് ഭയങ്കര ഒരു തിരക്കും ബിസിയും. ഞാനിപ്പോൾ 5 മിനിറ്റ്സ് കൊണ്ട് കാണിക്കുന്ന ഈ വീഡിയോ എത്ര നേരം കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണെന്നറിയോ. നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ കുറച്ച് 5 മിനിറ്റ്സ് ആക്കി ചുരുക്കി നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഒരുപാട് വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അത് കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും കുളിച്ചിട്ട് വന്ന് അവരവർക്ക് ഇഷ്ടമുള്ളത് അവരോട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ആദ്യം അമ്മു ആണ് കുളിച്ചിട്ട് വന്നത്. അങ്ങനെ അമ്മു റവദോശയും ചമ്മന്തിയും എടുത്ത് ഒഴിച്ചുകൊണ്ട് പോവാണ്. ഞാൻ ഇന്ന് ആർക്കും ടേബിളിന്റെ പുറത്ത് കൊണ്ട് വെച്ചില്ല, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ഒരുപാട് ജോലി ഉള്ളത് കാരണം സമയം കിട്ടിയില്ല. അങ്ങനെ പൊറോട്ട ഒക്കെ ഇവിടെ അടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളെ ഇതെല്ലാം റെഡിയാക്കി വിടണം. അങ്ങനെ രാവിലെ നമുക്ക് ഒരുപാട് ബിസി ആയിരിക്കും. രാവിലെ എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ദേ എൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി അക്കു അമ്മ കൂടെ കിച്ചണിൽ വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ കളിയാക്കി രണ്ടും കൂടെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല അമ്മുനി ഡാൻസ് ഒക്കെ. അതിനുശേഷം പിന്നെ ഇവര് പോവാന്ന് പറഞ്ഞാൽ അമ്മു ഇറങ്ങുകയാണ് കേട്ടോ. അക്കും കിച്ചു ഇതുവരെ റെഡി ആയിട്ടില്ല. അമ്മു പറഞ്ഞു ഞാൻ ഇവരെ നോക്കി നിന്നാ ഞാൻ ലേറ്റ് ആവും, ഞാൻ നേരത്തെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാൽ അമ്മു പതുക്കെ ചവിട്ടി അങ്ങ് പോവാണ്. അക്കുവിനും കിച്ചുവിനും ഭയങ്കര ലേറ്റാണ്. കിച്ചുവിനാണ് ഏറ്റവും വലിയ ലേറ്റ്. ഞാൻ തിരിച്ചു കയറി അമ്മുവിനെ യാത്രയാക്കിയിട്ട് അകത്ത് കയറി വന്നപ്പോഴും അക്കൂട്ടൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. കിച്ചു ഇതുവരെ യൂണിഫോമിന്റെ ഷൂ പോലും ഇട്ടിട്ടില്ല. രണ്ടുപേരുടെ ഒരുങ്ങി പതുക്കെയാണ് ഇറങ്ങുന്നത്. ആടി ഒലഞ്ഞു ഉലാത്തിയാണ് ഇറങ്ങുന്നത്. രണ്ടുകൂടെ പതുക്കെ പോകുന്നുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞാൽ പറയാം ഉമ്മിക്ക് എന്താ ഞങ്ങൾ സ്കൂളിൽ എത്തിയാ പോരെന്നാണ് എന്നോട് ചോദിക്കുന്നത്. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. രണ്ടും കൂടെ പതുക്കെ പോകുന്നുണ്ട് കേട്ടോ. പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ അവര് പോയതിനു ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ദോശയും ചമ്മന്തി എടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് ഷോപ്പിൽ പോകണമായിരുന്നു. അപ്പൊ ഞാനും ഷോപ്പിലോട്ട് രാവിലെ തന്നെ ഇറങ്ങുകയാണ്. അപ്പൊ ഞാൻ വഴിക്ക് നിർത്തി മക്കൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അത് വഴി നിർത്തി ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഷോപ്പിലോട്ട് പോകുന്നത്. അങ്ങനെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും വൈകുന്നേരമായി അക്കു ഒക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിനടുത്താണ് ഷോപ്പ്. പിന്നെ അക്കൂട്ടൻ എനിക്കൊരു ഷെയ്ക്ക് കൊണ്ട് തരുവാണ്. ഞാൻ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ. അങ്ങനെ അവിടുന്ന് പെട്രോൾ അടിച്ചോണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഒരു 3:30-3:45 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയമാണ്. അങ്ങനെ ഞാൻ അക്കു സൈക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു. സൈക്കിളിൽ ഇവര് ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നപ്പോഴത്തേന് രണ്ടുപേരോട് എന്നോട് കയറിയിരുന്ന് വീഡിയോ എടുക്കുവാണേ. അങ്ങനെ അക്കുട്ടൻ വന്ന് കയറി. ഇക്കായും ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാഫിനെ ഷോപ്പ് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഈ സമയത്ത് നമുക്ക് ബിസിനസ് ഒന്നും ഇല്ല, അത് കാരണമാണ്. പിന്നെ ഞാൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഇന്നലെ അക്കുട്ടൻ ലഞ്ച് ബോക്സ് എല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അക്കുട്ടന്റെ പാട്ടിന് പോവാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാം, ഇന്ന് ഞാനുള്ളത് കാരണം ഇവരാരും ലഞ്ച് ബോക്സ് ഇന്ന് കഴുകി വെക്കത്തില്ല. അക്കുവിന് പപ്സ് ഉഴുന്നോടെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അപ്പോഴേക്കും കിച്ചു വന്നിട്ടായിരുന്നു. കിച്ചു വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പപ്സും പിന്നെ ഉഴുന്നോടെയും പരിപ്പോടെയും അവന് ഇഷ്ടമുള്ള എന്തൊക്കെയോ കാബജിയോ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും കോഫി മതിയെന്ന് പറഞ്ഞു. കിച്ചുവിന് ബ്രൂ കോഫി കുടിക്കാൻ കൊതി വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ബ്രൂ കോഫിയാണ് ഉണ്ടാക്കിയത്. പാലും തിളപ്പിച്ച് ചായ തിളപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാം ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് മക്കളെ കഴിക്കാൻ വിളിക്കുവാണ്. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് കഴിച്ചു. പിന്നെ ഇക്ക പോവുകയാണ്. അപ്പൊ അമ്മു ആണെങ്കിൽ പിങ്കിയെയും എടുത്ത് വെച്ചുകൊണ്ട് യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇക്കായെ പിങ്കിയെ തോളത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്ക പോവുകയാണ്. പോയതിനു ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ ടേബിളെല്ലാം കുടിച്ചത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അത് പപ്സിന്റെ പൊടികൾ അവിടെ എല്ലാം കിടപ്പുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. അമ്മു എവിടെ നിന്ന് മൊബൈലിൽ എന്തോ ഫിലിം കാണുകയോ ഗെയിം കളിക്കുകയോ എന്തോ ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ കുറെ നേരം ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് അക്കനോട് അമ്മയോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയാം ഉമ്മി ഞങ്ങളൊരു 5 മിനിറ്റ്സ് വെളിയിൽ നിന്നിട്ട് വരാം, നല്ല ശ്വാസമൊക്കെ വിട്ടിട്ട് വരാമെന്ന് എന്നോട് പറയുകയാണ്. എന്നെ കളിയാക്കുക. അങ്ങനെ കുറെ ഒരു 5 മിനിറ്റ്സ് ഞാനും അവരോടോടെ നിൽക്കുകയാണ്. അങ്ങനെ വെളി കുറെ നേരം നിന്നതിന് ശേഷം അവർക്ക് നാളെ ഹിന്ദിയുടെ മിഡ്ടേൺ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ അവരെ കൂടെ എഴുതിപ്പിക്കുകയാണ്, പഠിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കാണാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരും ഹിന്ദി എഴുതുമ്പോഴേ. അങ്ങനെ അതെല്ലാം ഒന്ന് പറഞ്ഞ് റെഡിയാക്കി കൊടുക്കുകയാണ്. കാണാതെ എഴുതിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാമല്ലോ.
അപ്പൊ ജൂലി വന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ എവിടെ പോയിരിക്കുന്നു അവിടെ ജൂലി വന്നിരിക്കും. ഞാൻ ജൂലി എന്നൊന്ന് വിളിക്കാമെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തോട്ട് കയറി വരും. ഇനിയിപ്പോ ജൂലി എന്ന് വിളിക്കുമ്പോൾ നോക്കിക്കോളാം എന്റെ അടുത്തോട്ട് ഓടി വരും. നമ്മൾ വിളിക്കാൻ പറ്റത്തില്ല, വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. പിന്നീട് ഞാൻ ഇക്കായ്ക്ക് വാഴപ്പിണ്ടി ജ്യൂസ് ഒക്കെ അടിച്ച് വെക്കുവാണ്. ഇക്കായ്ക്ക് സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കൊടുക്കും. ഇന്ന് ലഞ്ച് ബോക്സ് ആരും കഴുകിയിട്ടില്ലേ, അതെല്ലാം ഞാനൊന്ന് കഴുകി വെച്ചതിന് വന്നതിന് ശേഷം ദേ ജൂലിയും പിങ്കിയുടെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടാ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോ അവരെ വന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ. എന്നിട്ട് അക്കു അമ്മ കൂടെ ഇവിടെ പഠിച്ചതിന് ശേഷം ഫിലിം കാണാൻ എന്തോ ചെയ്യുകയാണ്. അതിനുശേഷം അക്കൂട്ടൻ കിഴിപ്പൊറോട്ട കഴിക്കാൻ പോണേ. ഞാൻ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചിക്കൻ കിഴിപ്പൊറോട്ടയെ. അതിനകത്ത് ചിക്കനും ബോയിൽഡ് എഗും വരും. 3 പൊറോട്ട ഇങ്ങനെ ലെയർ ആയിട്ട് വരും. ഒരു 3 hours ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയും കേട്ടോ. അപ്പൊ അക്കൂട്ടൻ ഇന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നു. ഞാൻ കഴിക്കുന്നത് ചിക്കൻ പൊറോട്ട റോളാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാവേ. അപ്പൊ അക്കു അമ്മും കൂടി 3 പൊറോട്ട ഉണ്ട്, ലെയറായി വെച്ചിട്ടുണ്ട്. അവരതാണ് കഴിക്കുന്നത്. വേറെ ഒന്നും വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഷോപ്പിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ഇതിങ്ങനെ വെച്ചിട്ട് കഴിക്കാന്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. Thank you.